ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ശങ്കരാചാര്യ സ്വാമികൾക്ക് നമസ്കാരം. ഇന്നലെ സ്വാമിജികളുടെ ജന്മദിനമായിരുന്നു. അപ്പോൾ സ്വാമികളുടെ ഒരു കൃതി, അതായത് ഭജഗോവിന്ദം, അത് പാരായണം ഞാൻ ചെയ്തൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വരികളുടെ അർത്ഥമൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആചാര്യസ്വാമികൾ നമ്മുടെ ഈ ഒരു ഹിന്ദു സംസ്കാരത്തിന് തന്നിട്ടുള്ള ആ ഒരു സംഭാവനകൾ വളരെ വലുതാണ്. സ്വാമികൾക്ക് നമസ്കാരം. ആചാര്യസ്വാമികളെ നമസ്കരിക്കുന്നു. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗണേശായ നമ, സരസ്വതിയെ നമ. അപ്പോൾ നമ്മൾ ശങ്കരാചാര്യ സ്വാമികൾ അദ്വൈത സിദ്ധാന്തത്തിലാണ് ഉറച്ചു വിശ്വസിച്ചിരിക്കുന്നത്. അതായത് സ്വാമിജികൾ പറഞ്ഞത് എല്ലാ ദൈവവും ഒന്ന് തന്നെയാണ്, ഇവിടെ ഒരു ദൈവമേ ഉള്ളൂ എന്നാണ് ശരിക്കും അതിൻ്റെ ഒരു തത്വം. നമ്മൾ പല പേരുകളിൽ വിളിക്കുന്നതന്നേ ഉള്ളൂ, ഒരു ശക്തിയാണുള്ളത് എന്നുള്ളതാണ് ആചാര്യൻ്റെ മതം അല്ലെങ്കിൽ അഭിപ്രായം. അപ്പോൾ കാലത്ത്, അതായത് ബുദ്ധ ധർമ്മം പ്രചരിച്ച കാലത്ത് കുറച്ച് ഹിന്ദു മതത്തിന് കുറച്ച് ക്ഷീണം സംഭവിച്ച ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ആ ദുർബലമായി പോയ അവസ്ഥയിൽ, ആ ശിഥിലമായ ആ ഘട്ടത്തിൽ, ഹിന്ദുമതം കുറച്ച് ശിഥിലമായ ആ ഘട്ടത്തിൽ ശങ്കരാചാര്യരുടെ രംഗപ്രവേശവും ശങ്കരാചാര്യർ തൻ്റെ അദ്വൈത തത്വത്തിലൂടെ ഭാരതത്തിലുടനീളം സഞ്ചരിച്ച് ഹിന്ദുമതത്തിനെ ഉയർത്തി കൊണ്ടുവന്ന ഒരു ആചാര്യനാണ്. ഈ തൻ്റെ ജീവിതം 32 വയസ്സ് വരെയാണെങ്കിലും ഒരുപാട് ഈ തത്വങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അത്രയും സമയത്തിനകത്ത് എന്താ പറയുക, ഒരു കുറച്ച് പോലും സമയം പാഴാക്കാതെ നമ്മുടെ ആർഷ സംസ്കാരം, അതായത് ഭാരത സംസ്കാരത്തിൻ്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു കർമ്മനിരതനായിട്ട് പ്രവർത്തിച്ച ഒരു സമർത്ഥനായ ഒരു ആത്മീയ ആചാര്യനാണ് ശങ്കരാചാര്യർ. ശങ്കരാചാര്യരുടെ ഒരു എന്താ പറയുക, ഒരു പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് നമ്മുടെ ഈ ഹിന്ദുമതവും ഈ സംസ്കാരവും, ഈ ഭാരത സംസ്കാരവും ഇത്രയും ഉയർന്നിരിക്കുന്നതിന് കാരണം അതാണ്. അപ്പോൾ നാടിൻ്റെ നാനാഭാഗങ്ങളിലും വിജ്ഞാന മന്ദിരങ്ങളും ദേവാലയങ്ങളും ഒക്കെ സ്ഥാപിച്ച് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ വളരെ നല്ല രീതിയിൽ ആവിഷ്കരിച്ച് കൊണ്ടുവന്ന് എല്ലാവരിലും എത്തിക്കാനായിട്ട് ഒരുപാട് കൃതികളും രചിക്കുകയുണ്ടായി ശങ്കരാചാര്യർ. അതാണ് പ്രധാനം. അതിൽ ആ കൃതികളിൽ ഏറ്റവും പ്രസിദ്ധമാണ്, ചെറിയ ഒരു കൃതിയാണെങ്കിലും ഈ ഭജഗോവിന്ദം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ്, എന്നാൽ ചെറിയ ഒരു കൃതിയാണ്. നമ്മൾ അതിൻ്റെ ശ്ലോകങ്ങളൊക്കെ കുറേയൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ച് നോക്കാം. ഞാൻ ചൊല്ലാം. ശങ്കരാചാര്യരുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഗുരുഭ്യോ നമ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി രക്ഷതിടുകൃഞ്ഞുകരണേ. ഭജ ഗോവിന്ദം എന്നാണ് പറഞ്ഞത്. ഭജ, അതായത് ഭജ എന്ന ശബ്ദത്തിന് സേവ എന്നാണ് അർത്ഥം. അതായത് ഗോവിന്ദനെ സേവിക്കൂ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഗോവിന്ദനെ ഭജിക്കൂ. ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ ഇവിടെ ബ്രഹ്മം എന്നുള്ള അർത്ഥവും കൂടെ ഉണ്ട്, കൃഷ്ണൻ എന്ന് മാത്രമല്ല. അപ്പോൾ എന്നിട്ട് പറയുന്നു, ഗോവിന്ദം ഭജ മൂഢമതേ, അല്ലയോ മൂഢനായ മനുഷ്യ, അല്ലെങ്കിൽ നീ ഗോവിന്ദനെ തന്നെ ഭജിക്കൂ എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത് സംപ്രാപ്തേ കാലേ. സംപ്രാപ്തേ എന്ന് പറഞ്ഞാൽ മരണം വന്നെടുക്കുമ്പോൾ, നിശ്ചിത കാലം കഴിയുമ്പോൾ, നമുക്കൊക്കെ ഒരു സംപ്രാപ്തമായിട്ടുള്ള ഒരു കാലാവധിയുണ്ട് ഈ ലോകത്ത്. ആ കാലം കഴിയുമ്പോൾ നമ്മളിവിടെ നിന്ന് പോകണം. അപ്പോൾ നിശ്ചിത കാലം കഴിയുമ്പോൾ, അല്ലെങ്കിൽ മരണം വന്നെടുക്കുമ്പോൾ, ഡുഗ്രിഞ്ച് കരണേ നഹി. അതായത് ഡുഗ്രിഞ്ച് കരണേ എന്ന് പറഞ്ഞാൽ ഈ വ്യാകരണങ്ങൾ, അതായത് നമ്മുടെ ശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ സംസ്കൃതം, ഇതൊക്കെ ഇപ്പോൾ ഒരു 100 വയസ്സായ ആൾ ആദ്യമായിട്ട് സംസ്കൃതമൊക്കെ പഠിക്കുകയാണെങ്കിൽ
അതിൽ പിന്നെ വലിയ കാര്യമില്ല. കാരണം അത്രയ്ക്കും കട്ടിയുള്ള വ്യാകരണം പഠിക്കേണ്ട കാര്യമില്ല എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. കാരണം ആ സമയത്ത് അവസാന കാലമൊക്കെ നമ്മൾ ഭജനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ശങ്കരാചാര്യരും ശിഷ്യന്മാരും കൂടെ ഇങ്ങനെ കാശി നഗരത്തിൽ ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വൃദ്ധൻ ഇങ്ങനെ വീട്ടിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് ഇങ്ങനെ കട്ടിയുള്ള വ്യാകരണമൊക്കെ പഠിക്കുന്ന കണ്ടു. അപ്പോഴാണ് സ്വാമികൾ ഈ ഒരു ശ്ലോകം ചൊല്ലി പറഞ്ഞത്. അതായത് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ. അപ്പോൾ പറയുന്നു സംപ്രാപ്തേ സന്നിഹിതേ കാലേ, മരണം വന്നെടുക്കുമ്പോൾ നഹി നഹി രക്ഷതി ഡുഗ്രിഞ്ഞ് കരണേ. അപ്പോൾ പറയുന്നത് ഈ ഡുഗ്രിഞ്ഞ് കരണേ എന്ന് പറയുമ്പോൾ പാണിനിയുടെ വ്യാകരണത്തിലെ ഒരു സൂത്രമാണ് ഡുഗ്രിഞ്ഞ് കരണ, അല്ലെങ്കിൽ സംസ്കൃത വ്യാകരണം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ വ്യാകരണം, അതായത് ഈ ഡുഗ്രിഞ്ച് കരണ എന്ന് പറയുന്ന സംസ്കൃത വ്യാകരണ ഗ്രന്ഥത്തിലെ ഒരു സൂത്രമാണ് അത്. ആ വ്യാകരണമൊന്നും ഒരുപാട് നമ്മളെ സഹായിക്കില്ല. അപ്പോൾ കട്ടിയുള്ള കാര്യങ്ങൾ പഠിച്ച് തലപുണ്ണാക്കേണ്ട കാര്യം ഇല്ല. ഈ വളരെ പ്രായമായിട്ടുള്ള ഈ അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടത്? ഗോവിന്ദനെ ഭജിക്കൂ അല്ല ഹേ മൂഢ എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ പറയുന്നത് നാമത്തിൻ്റെ ആ ഒരു പ്രാധാന്യത്തെയാണ് അവിടെ ഉയർത്തി കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ സാധാരണക്കാരൊക്കെ ഇപ്പോൾ ചിലപ്പോൾ എഴുത്തും വായനയും പോലും ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ അവർ വിചാരിക്കും എങ്ങനെയാണ് പിന്നെ ഇപ്പോൾ ഈ അവസാന കാലത്ത് എങ്ങനെയാണ് ഇതെല്ലാം പഠിക്കുക. ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും ഗീതയും ഒക്കെ പഠിക്കാൻ. അപ്പോൾ അതിൻ്റെ ആവശ്യം പോലും ഇല്ല എന്നാണ് പറയുന്നത്. നാമഭജനം കൊണ്ട്, നാമജപം കൊണ്ട് നമുക്ക് ഈശ്വര സാക്ഷാത്കാരവും നേടാം എന്നാണ് പറയുന്നത്. അപ്പോൾ പറയുന്നു പിന്നെ തത്വങ്ങൾ ഗ്രഹിക്കാനും ഒക്കെ വ്യാകരണം സഹായകം തന്നെ. എന്നാലും അതിനേക്കാളും ശ്രേഷ്ഠമാണ് നാമജപം എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നത് ഭഗവത് ഭക്തിക്ക് വേണ്ട 9 സാധനകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ശ്രവണം, കീർത്തനം, സ്മരണം, വിഷ്ണു പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന് പറഞ്ഞ് പ്രഹ്ലാദൻ്റെ കഥയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ നാരായണീയത്തിലും ഭാഗവതത്തിലെല്ലാം കാണാം. അതായത് ശ്രവണം, ഈശ്വര മഹിമ കേൾക്കൽ, കീർത്തനം, ഈശ്വര മഹിമ കീർത്തിക്കൽ, സ്മരണം, അതായത് ഈശ്വരൻ്റെ ആ ഒരു മോഹനമായ രൂപത്തെ നിരന്തരം ചിന്തിക്കുന്നത്, പാദസേവനം, സ്വാർത്ഥത കൂടാതെ ഭഗവത് പാദസേവ ചെയ്യുക, പിന്നെ അർച്ചനം എന്ന് പറഞ്ഞാൽ വിധിപൂർവം മന്ത്രങ്ങൾ കൊണ്ട് ഭഗവാനെ അർച്ചിക്കുക, പിന്നെ വന്ദനം, നമസ്കരിക്കുക, പിന്നെ ദാസ്യഭാവത്തിൽ ഭഗവാനെ സേവ ചെയ്യുക, സഖ്യം, മിത്രത്തോടെന്ന പോലെ സുഹൃത് ഭാവത്തിൽ എല്ലാ കാര്യങ്ങളും ഭഗവാനുമായിട്ട് ആലോചിച്ച് ചെയ്യുക, പിന്നെ ആത്മനിവേദനം, ഈശ്വരൻ്റെ ചരണാരവിന്ദങ്ങളിൽ പരിപൂർണ ശരണാഗതി അർപ്പിക്കുക. അതായത് ഞാൻ അവിടുത്തെ ദാസനാണെന്നും ഒക്കെ ഉള്ള ആ ഒരു സങ്കല്പം, അങ്ങനെ ആ ഒരു നിവേദനം, ഇത്രയും ആ സ്വയം സമർപ്പണം, അതാണ് ആത്മനിവേദനം. ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ, ഇതാണ് ഭക്തിയുടെ 9 ഭാവങ്ങൾ. അപ്പോൾ ഈ ഭക്തിയുടെ ഈ ഭാവങ്ങളിലൂടെ മാത്രമേ ഈശ്വരനെ നേടാൻ കഴിയൂ എന്നും പറയുന്നു. അപ്പോൾ പറയുന്നത് പരമാത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ, നമ്മളൊക്കെ ഭഗവാനെ അന്വേഷിച്ച് നടക്കുന്നവരാണ്. പക്ഷേ ആരാണ് ഭഗവാൻ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തെയാണ് ഭഗവാൻ അല്ലെങ്കിൽ പരമേശ്വര ചൈതന്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ പരമാത്മാവിൽ നമ്മൾ എത്തുന്നില്ല, ആ ചൈതന്യത്തെ നമ്മൾ അറിയുന്നില്ല. ഇതാണ് പിന്നെ നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും കൂടിക്കൂടി വരുന്നതിന് കാരണം. അപ്പോൾ പറയുന്നു, നീ എന്തെല്ലാം ഭൗതികമായിട്ടുള്ള പരിജ്ഞാനം നേടിയാലും അതെല്ലാം തുച്ഛമാണ് എന്നാണ് ഈ ഭജഗോവിന്ദത്തിൻ്റെ തന്നെ 34 ശ്ലോകങ്ങളാണ് അതിലുള്ളത്.
ആ 34 ശ്ലോകങ്ങളിലും ഈ ഒരു നമ്മുടെ ഭൗതിക ലോകവും ആ ഭൗതിക ലോകത്തിൻ്റെ പല പല കാര്യങ്ങളും അതൊക്കെ എത്ര തുച്ഛമാണ് എന്ന് നമുക്ക് വീണ്ടും വീണ്ടും വെളിപ്പെടുത്തി തരുന്നു. തുച്ഛമായ വിഷയസുഖങ്ങൾ അനുഭവിക്കുന്നതിനായിട്ട് മാത്രം കാലം കളയരുത്, എന്നാൽ ജീവിതം വ്യർത്ഥമാക്കുകയും ചെയ്യരുത് എന്ന് ആചാര്യസ്വാമികൾ നമ്മളെ അനുശാസിക്കുന്നു. ഇതിൽ ഈ ഒരു കൃതിയിൽ സ്വാമിജികൾ വളരെ കർക്കശമായിട്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത്. അതായത് പിന്നെ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, അച്ഛൻ മക്കളെയൊക്കെ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയില്ലേ, അങ്ങനെയുള്ള ചില ടോണൊക്കെ ഇതിൻ്റെ പല ഭാഗത്തുമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളോടുള്ള ആ ഒരു ലോകത്തോടുള്ള അല്ലെങ്കിൽ ജനങ്ങളോടുള്ള സമൂഹത്തോടുള്ള ആ പ്രതിബദ്ധത അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം, അതൊക്കെ കൊണ്ട് ആണ് നമുക്ക് ഇത്രയും നല്ല നിർദ്ദേശങ്ങൾ ഉപദേശ രൂപത്തിലല്ല ശാസനയുടെ രൂപത്തിലാണ് ആചാര്യസ്വാമികൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ശ്ലോകം നോക്കാം. മൂഢജഹീഹി ധനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം എല്ലഭസേ നിജ കർമ്മോഭാത്തം വിത്തം തേന വിനോദയ ചിത്തം. അപ്പോൾ പറയണു, മൂഢ, ഹേ മൂഢ, ജഹീഹി, വിട്ടുകളയൂ. എന്താണ് വിട്ടുകളയേണ്ടത്? നമ്മൾ വിടാത്തൊരു സാധനമുണ്ട്, അതായത് ധനം നേടണം എന്നുള്ള തൃഷ്ണ എന്ന് പറഞ്ഞാൽ കുറച്ച് ധനം അല്ല, അങ്ങനെ കൂട്ടി വെക്കണം. 10, 100 ആവണം, 100, 1000 ആവണം, 1000, 10,000 ആവണം, ലക്ഷം ആവണം, കോടിയാവണം. ആ തൃഷ്ണ ഇല്ലാതെ അതിനെ വിട്ടുകളയൂ എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നു, കുരു സദ്ബുദ്ധിം മനസ്സി വിതൃഷ്ണം. അപ്പോൾ കുരു എന്ന് പറഞ്ഞാൽ ചെയ്യൂ എന്നാണ് അർത്ഥം. സദ്ബുദ്ധിയും, നല്ല ചിന്ത, സദ്ബുദ്ധി നല്ല ചിന്ത, മനസ്സി വിതൃഷ്ണം, അതായത് മനസ്സിൽ തൃഷ്ണയില്ലാത്തത് ഒരു ബുദ്ധി കൊണ്ട് നടക്കൂ. ലഭസേ നിജ കർമ്മോപാത്തം. ലഭസേ എന്ന് പറഞ്ഞാൽ ഏത് ലഭിക്കുന്നോ, എന്താണ് ലഭിക്കുന്നത് സ്വന്തം കർമ്മത്തിൻ്റെ ഫലമായി. നിജ കർമ്മോപാത്തം എന്ന് പറഞ്ഞാൽ സ്വന്തം കർമ്മത്തിൻ്റെ ഫലമായിട്ട് എന്ത് ലഭിക്കുന്നു, ഏത് ലഭസേ, ലഭസേ. വിത്തം തേന വിനോദയ ചിത്തം. അതുകൊണ്ട് ആ ഒരു കിട്ടിയ വിത്തം എന്ന് പറഞ്ഞാൽ സമ്പാദ്യം അല്ലെങ്കിൽ ധനം, ആ ധനം കൊണ്ട് തേന വിനോദയ ചിത്തം, നിൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കൂ. അപ്പോൾ അങ്ങനെ സ്വന്തം പരിശ്രമത്താൽ കിട്ടിയ ധനം കൊണ്ട് നിൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കൂ, അതുകൊണ്ട് തൃപ്തിപ്പെടൂ എന്നാണ് പറയുന്നത്. എന്തൊരു വലിയ സന്ദേശമാണെന്നറിയോ ഇന്നത്തെ ലോകത്ത്. നമ്മളാണെങ്കിൽ ഇപ്പോൾ പലതരത്തിലുള്ള ഓരോന്ന് പണം ഇരട്ടിപ്പിക്കാനും ഒക്കെ ഇങ്ങനെ ഓടി നടക്കുന്ന മനുഷ്യനെയാണ് കാണുന്നത്. മാത്രമല്ല നമ്മൾ പലതരത്തിലുള്ള ട്രാപ്പുകളിലൊക്കെ പെടുന്നു. ഇത് ഇത്ര കൊല്ലത്തേക്ക് ഇങ്ങനെ ഇട്ടാൽ അത് അത്രയാവും, 1 ലക്ഷം പോയിട്ട് 10 ലക്ഷം ആവും എന്നൊക്കെ പറയുമ്പോൾ ഉള്ളതൊക്കെ കൊണ്ട് അവിടെ കൊണ്ടിടും. പിന്നെ ആയിരിക്കും അവരുടെ. അപ്പോൾ ഈ തട്ടിപ്പുകൾക്ക് നമ്മൾ വിധേയരാകുന്നത് എന്തുകൊണ്ടാണ്? തട്ടിപ്പുകൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് തട്ടിപ്പ്. ഈ തട്ടിപ്പിന് വിധേയമാവുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം നമ്മൾ പല തൃഷ്ണകളുടെ പുറകെ ഓടുകയാണ്. അപ്പോൾ ഈ തൃഷ്ണ അത് ഇല്ലാതെയാക്കുക. ആ തൃഷ്ണ, അമിതമായിട്ടുള്ള ധനസമ്പാദനത്തിനുള്ള കൊതി, അതില്ലാതെ ആയാൽ തന്നെ ഇത് നമ്മുടെ ഒരു ജീവിതം സുഖമാവുമെന്നാണ് പറയുന്നത് ആചാര്യസ്വാമികൾ. അപ്പോൾ പറയണു, ബഹിർമുഖത്വം കാരണം മനുഷ്യൻ തൻ്റെ സ്വരൂപമായ പരമാത്മ ചൈതന്യത്തെ മറന്ന് ബാഹ്യലോകത്താണ് എല്ലാ സുഖവും എന്ന് വിചാരിച്ച് ഇങ്ങനെ എന്തൊക്കെ സുഖങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സുഖത്തിന് വേണ്ടി അലയുന്ന മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോയി, നമ്മൾ അവിടെ പോകുന്ന സുഖത്തിന് വേണ്ടി, പക്ഷെ അവിടെ പോകുമ്പോഴാണ് അവിടെ വേറെ പല പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മുടെ സുഖം എന്തായി? ഇങ്ങനെ നമ്മൾ എവിടെയും അങ്ങനെ എവിടെ അലഞ്ഞാലും സുഖം എന്ന് പറയുന്ന ഒരു മരീചികയാണ്. കാരണം ആ അന്വേഷിക്കുന്ന ആളുടെ ഉള്ളിലാണ് സുഖം എന്നുള്ളത് അറിയാത്തിടത്തോളം കാലം അത് നമുക്ക് നേടിയെടുക്കാൻ വലിയ പ്രയാസമാണ്. പിന്നെ അപ്പോൾ ആത്മാവിൽ ആനന്ദം കണ്ടുപിടിക്കുന്നവന് മാത്രമേ സ്ഥിരമായിട്ടുള്ള സന്തോഷവും സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചനവും ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അയാൾ സംസാര ദുഃഖത്തിൽ ഇങ്ങനെ കുടുങ്ങിപ്പോവും. ഇപ്പോൾ പറയുന്നു,
തൻ്റെ സ്വന്തം അജ്ഞത കൊണ്ടാണ് മനുഷ്യൻ ഈ സമ്പാദന തൃഷ്ണ വിടാത്തത്. അപ്പോൾ പിന്നെ ധനം സമ്പാദിക്കാൻ എത്രയൊക്കെ ആഗ്രഹിക്കുന്നോ അത്രത്തോളം അവന് ബുദ്ധിമുട്ട് കൂടിക്കൂടി വരും. അപ്പോൾ ഇതെല്ലാം നീക്കി നല്ലൊരു മനസ്സുകൊണ്ട് നീ പരമാത്മ ചൈതന്യത്തെ, സത്ത് എന്ന് പറയും, പരമാത്മ ചൈതന്യത്തെ നീ ധ്യാനിക്കുക. അപ്പോഴേ മാത്രമേ മനസ്സിന് ഒരു എന്താ പറയുക, മനസ്സിൽ ഒരു എന്താ പറയുക സന്തോഷവും സമാധാനവും ഒക്കെ തനിയെ വന്നു ചേരും. ധനസമ്പാദനത്തിനുള്ള അമിതമായ കൊതി മതിയാക്കിയിട്ട് വിഷയകാമനകളിൽ നിന്നും വിട്ടുനിൽക്കൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ശുദ്ധമായ മനസ്സുകൊണ്ട് പരമാത്മ ചൈതന്യത്തെ അന്വേഷിക്കുമ്പോൾ ആ സർവാധാരമായ ആ സത്യത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതായത് ഈശ്വരനിൽ എത്താം. അതായത് സത്യം പരം ധീമഹി എന്ന് പിന്നെ ഗായത്രി മന്ത്രത്തിലും പറയുന്നുണ്ട്. അതായത് പരമമായ സത്യത്തെ നീ ധ്യാനിക്കൂ. അല്ലെങ്കിൽ ഭാഗവതത്തിൽ പറയുന്നുണ്ട് 1-ാമത്തെ ശ്ലോകത്തിൽ ജന്മാദ്യസേതോ അന്വയാത് ഇതരതശ്ചാത്വേഷ്ടാഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാവിനിമയോ എത്രത്ര സർഗോമഷ ധാംനാസ്വേന സദാ നിരസ്ത കുഹകം സത്യം പരം ധീമഹി. അപ്പോൾ സത്യം പരം ധീമഹി എന്നതിലെ 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ആ പരമായ സത്യത്തെ നീ ധ്യാനിക്കൂ. അപ്പം നമുക്ക് സത്യം നമുക്ക് വെളിപ്പെടും. ആ ഒരു ആത്മചൈതന്യത്തിൻ്റെ ആ ഒരു അനുഭൂതി ലഭിക്കുമെന്നും ശ്രീ ശങ്കരാചാര്യർ ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു തരുന്നു. നല്ല ജോലി, നമുക്ക് കിട്ടിയ ജോലി നന്നായിട്ട് ചെയ്യുക. അങ്ങനെ ജോലി ചെയ്ത് മാത്രം കിട്ടുന്ന ധനം കൊണ്ട് സന്തുഷ്ടിയും സമാധാനവും സംതൃപ്തിയോടും കൂടി ജീവിക്കുവിൻ എന്നാണ് ഉപദേശം. അതേസമയം ഇപ്പം എന്താ ചെയ്യുന്നത്, ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ശമ്പളത്തിൻ്റെ പുറമെ കിമ്പളം കിട്ടുമെന്ന് നോക്കും. പിന്നെ വേറെന്തെങ്കിലും വഴി കൂടെ എന്തെങ്കിലും പിന്നെ അടിച്ചു മാറ്റാൻ പറ്റുമോ നോക്കും. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഉള്ള സന്തോഷവും പോവും, കിട്ടിയ കാശും പോവും, പിന്നെ കുറേ ചീത്തപ്പേരും കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ. എത്ര വലിയ വലിയ പിന്നെ IAS പോലുള്ള IPS IASും കിട്ടിയവർ പോലും, ഇത്രയും ബുദ്ധിമാന്മാർ പോലും സ്വന്തം ജീവിതത്തെ കൊണ്ടു നടക്കാൻ അറിയാതെ പല ട്രാപ്പുകളിലും പെട്ടിട്ട് അവർ പല ജയിലിലൊക്കെ കിടക്കുന്നവരില്ലേ. എന്താ കാരണം? ആ ഒരു തൃഷ്ണയാണ്, ആ ധനസമ്പാദന തൃഷ്ണ. എത്ര കിട്ടിയാലും മതിയാവാത്ത ആ തൃഷ്ണ. മതി എന്ന് ഒരിക്കലും തോന്നില്ല. പോരാ എന്ന് കൊതിയും ഒക്കെയാണ് ഈ അസംതൃപ്തിയും അശാന്തിയുമാണ് നമ്മളെ കുടുക്കിയിടുന്നത്. അപ്പോൾ ആത്മതൃപ്തി മനുഷ്യന് നേടാവുന്നതാണ്. ആ തൃപ്തി നേടിക്കൊണ്ട് ആധ്യാത്മികമായ സത്യത്തെ നമ്മൾ അതിൻ്റെ പുറകെ നമ്മൾ നിൽക്കുമ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ലഭിക്കുള്ളൂ. അപ്പോൾ എന്താണ് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതി. അപ്പോൾ ഈ 2 ശ്ലോകങ്ങളാണ്. അതിൽ 34 ശ്ലോകങ്ങളാണുള്ളത് ഭജഗോവിന്ദത്തിൽ. ആദ്യത്തെ 2 ശ്ലോകങ്ങളാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. അപ്പോൾ ഒന്നും കൂടെ വായിക്കാം. ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി രക്ഷതി ഡുഗൃഞ്ഞകരണേ മൂഢജഹീഹി ധനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഈ 2 ശ്ലോകങ്ങൾ ഭഗവാൻ സമർപ്പിക്കുന്നു, ശങ്കരാചാര്യരുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഗുരുഭ്യോ നമഃ. ഓം തത്സത്.